LDF സർക്കാരിന്റെ അവകാശ നിഷേധത്തിനെതിരെയും ജനദ്രോഹ നടപടികൾക്കെതിരെയും കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ജീവിത സമരയാത്ര പ്രയാണം ആരംഭിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. പിണറായി സർക്കാർ തുലയട്ടെ, പിണറായി സർക്കാർ തുലയട്ടെ, ജനദ്രോഹ സർക്കാർ തുലയട്ടെ, ജനദ്രോഹ സർക്കാർ തുലയട്ടെ. KSSPA സിന്ദാബാദ്, KSSPA, KSSPA, KSSPA സിന്ദാബാദ്. LDF സർക്കാരിന്റെ പെൻഷൻകാരോടും ജീവനക്കാരോടുമുള്ള അവകാശ നിഷേധത്തിനെതിരെയും ജനദ്രോഹ നടപടികൾക്കെതിരെയും ബഹുജന മനസാക്ഷി ഉണർത്തുന്നതിനായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതലത്തിൽ നടത്തുന്ന ജീവിത സമരയാത്രയ്ക്ക് കാസർഗോട്ട് ഉജ്ജ്വല തുടക്കം. 5 ദിവസം നീണ്ടുനിൽക്കുന്ന 3 മേഖലാ ജാഥകളിൽ സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ നയിക്കുന്ന ഉത്തരമേഖലാ ജാഥയാണ് കാസർഗോട്ട് ഉദ്ഘാടനം ചെയ്തത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം എന്നീ ജില്ലകളിലൂടെ കടന്നുപോയി 13-ന് അവസാനിക്കുന്ന ജാഥയിൽ സംസ്ഥാന ഭാരവാഹികളായ T വിനയദാസ്, TV ഗംഗാധരൻ, N ഹരിഹരൻ മാസ്റ്റർ, PC സുരേന്ദ്രൻ നായർ, K രാമകൃഷ്ണൻ, രവീന്ദ്രൻ കൊയ്യോടൻ, M വാസന്തി, K സരോജിനി എന്നിവരാണ് ജാഥാംഗങ്ങൾ. കഴിഞ്ഞ 10 വർഷമായി സർവീസ് പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ആനുകൂല്യങ്ങളും അവകാശങ്ങളും കവർന്നെടുക്കുകയും പിടിച്ചുവെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാരത്തിലുള്ള പിണറായി സർക്കാരിന്റെ ചെയ്തികൾക്കെതിരെയാണ് ജീവിത സമരയാത്ര. ഈ ജാഥയിൽ ഞങ്ങൾ ഉന്നയിക്കുന്നത് കേരളത്തിലെ പെൻഷൻകാരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഈ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ആദ്യമായി നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഞങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഈ പെൻഷൻകാർക്ക് ലഭിക്കേണ്ടുന്ന കഴിഞ്ഞ പെൻഷൻ കുടിശ്ശികയുടെ 2 ഗഡുക്കൾ നാളിതുവരെയായി ലഭിച്ചിട്ടില്ല. ആ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ, പെൻഷൻ പരിഷ്കരണത്തിൽ പ്രഖ്യാപിച്ച DR കുടിശ്ശികയുടെ 2 ഗഡുക്കൾ നൽകാൻ സന്മനസ് കാണിക്കാത്ത ഈ ഗവൺമെൻറ് പെൻഷൻ എന്നതും അതേപോലെ തന്നെ DA എന്നതും പെൻഷൻകാരുടെ അവകാശമല്ല, അത് സർക്കാരിൻ്റെ ഔദാര്യമാണ് എന്ന പൊതു കണ്ടുപിടുത്തം നടത്തിയ ഒരു സാഹചര്യമാണ്. കേരളത്തിലെ ജീവനക്കാർക്ക് വേണ്ടി, പെൻഷൻകാർക്ക് വേണ്ടി നടത്തുന്ന മെഡിസപ്പ് പദ്ധതി ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു. ഞങ്ങളിൽ നിന്ന് ഒരു വർഷം ഈ മെഡിസപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടുള്ള യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനി 1000 കോടി രൂപയോളം അവരുടെ കൈക്കിലേക്ക് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് നൽകുന്ന സംഖ്യയെ സംബന്ധിച്ച് നാളിതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ അഴിമതി, ധൂർത്ത്, കെടുകാര്യസ്ഥത ഇത് കേരളത്തിൻ്റെ സാമ്പത്തിക നിലയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായ ധനകാര്യ മാനേജ്മെൻറ്റുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കേരളത്തിന് രക്ഷയുള്ളൂ. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉള്ള രക്ഷയ്ക്ക് വേണ്ടി, കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുന്നതിന് വേണ്ടി, കേരളത്തിലെ യുവാക്കൾക്ക് കേരളത്തിൽ തന്നെ തൊഴിലെടുത്ത് ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടി, കേരളത്തിൻ്റെ സമസ്ത മേഖലയുടെയും വികസനത്തിന് വേണ്ടിയാണ് കേരളത്തിലെ പെൻഷൻ സമൂഹം ഈ ഒരു ജാഥയുമായി മുന്നോട്ട് പോകുന്നത്. LDF സർക്കാരിന്റെ അഴിമതിയും കൊള്ളയും ധൂർത്തും പിൻവാതിൽ നിയമനവും അവസാനിപ്പിക്കുക, ജനജീവിതം ദുസ്സഹമാക്കുന്ന വിലക്കയറ്റത്തിന് അറുതി വരുത്തുക, വികലമായ മെഡിസെപ്പ് 2ാം ഘട്ട പദ്ധതി പൊളിച്ചെഴുതുക, 2021 നൽകാനുള്ള ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ 3ഉം 4ഉം ഗഡുക്കൾ അനുവദിക്കുക, പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ജാഥ മുന്നോട്ട് വയ്ക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഗവൺമെന്റ് വരെയുള്ള ഏത് ഗവൺമെന്റ് കേരളം ഭരിച്ചപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി അവരുടെ കൂടപ്പുറപ്പായി. സാധാരണഗതിയിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ 4ാമത്തെ വർഷമാകുമ്പോൾ ട്രഷറികളൊക്കെ പൂട്ടും. ഇപ്പോഴും ബില്ലുകൾക്കെല്ലാം നിയന്ത്രണമാണ്. വളരെ കുറഞ്ഞ തുക മാത്രമേ കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ.
ബാക്കി തുകയൊന്നും കൊടുക്കാൻ വേണ്ടി കഴിയാത്ത അവസ്ഥാവിശേഷം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംജാതമായിരിക്കുന്നു. എല്ലാ കാലഘട്ടങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോഴത്തെ അവസ്ഥയിലാണ്. പക്ഷേ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് MK ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ ജാഥ ലീഡറും സംസ്ഥാന വൈസ് പ്രസിഡന്റ് T വിനയദാസ് ജാഥ മാനേജറും TV ഗംഗാധരൻ N ഹരിദാസൻ മാസ്റ്റർ എന്നിവ ജാഥ അംഗങ്ങളുമായി. PC സുരേന്ദ്രൻ നായർ, K രാമകൃഷ്ണൻ, രവീന്ദ്രൻ കൊയ്യോടൻ, M വാസന്തി, K സരോജിനി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TK എവിജിൻ, C രത്നാകരൻ, KG രാജൻ, AK സുധാകരൻ, K മോഹനൻ, KM വിജയൻ, P ദാമോദരൻ നമ്പ്യാർ, DKTF ജില്ലാ പ്രസിഡന്റ് A വാസുദേവൻ, KPSTA ജില്ലാ പ്രസിഡന്റ് PT ബെന്നി എന്നിവർ സംസാരിച്ചു. KSSPA ജില്ലാ സെക്രട്ടറി KP ബാലകൃഷ്ണൻ സ്വാഗതവും കാസർഗോഡ് നിയോജക മണ്ഡലം സെക്രട്ടറി M സീതാരാമ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.